ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിലൂടെ +2 സുവോളജി ഒന്നാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ ഈ പാഠത്തിലെ മെൻസ്ട്രുവേഷൻ, ഫെർട്ടിലൈസേഷൻ, എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്, പ്ലാസൻഡ തുടങ്ങിയ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വരാവുന്ന ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്താണെന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ദ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ഈസ് കോൾഡ് ഡാഷ്. അതായത് ആർത്തവ ചക്രത്തിൽ ആദ്യത്തെ മെൻസ്ട്രുവേഷന് പറയുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. മെനാർക്കി. ഓക്കെ, അടുത്ത ചോദ്യം. ദ ലാസ്റ്റ് മെൻസ്ട്രുവേഷൻ ഈസ് കോൾഡ്. അതായത് മെൻസ്ട്രുവേഷൻ സൈക്കിളിൻ്റെ ലാസ്റ്റ് മെൻസ്ട്രുവേഷന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. മെനപ്പോസ്. ഇപ്പം മെൻസ്ട്രുവേഷൻ സൈക്കിൾ പൊതുവേ 28 to 29 ഡേയ്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. അതിലെ ഫസ്റ്റ് മെൻസ്ട്രുവേഷനെ മെനാർക്കി എന്നും ലാസ്റ്റ് മെൻസ്ട്രുവേഷനെ മെനപ്പോസ് എന്നും വിളിക്കുന്നു. അടുത്ത ചോദ്യം. LH സർജ് കോസസ് ദ പ്രോസസ് ഡാഷ്. അതായത് മെൻസ്ട്രുവേഷൻ സൈക്കിളിൻ്റെ 14th ഡേയിൽ ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്ത് നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നാണ് ചോദ്യം. എന്താണ് പ്രോസസ്സ് നടക്കുന്നത്? ഓവുലേഷൻ. അപ്പോൾ LH സർജ് മുഖേന എന്തുണ്ടാകുന്നു? ഗ്രാഫിയൻ ഫോളിക്കിൾ, അതായത് മെച്യൂർ ആയിട്ടുള്ള ഫോളിക്കിളാണ് ഓവറിയിലെ ഗ്രാഫിയൻ ഫോളിക്കിൾ. ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് ഓവം റിലീസ് ചെയ്യുന്നു. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓവുലേഷൻ. അപ്പോൾ LH സർജ് മുഖേന എന്ത് നടക്കുന്നു? 14th ഡേയിൽ ഓവുലേഷൻ നടക്കുന്നു. അങ്ങനെ ഡയഗ്രാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അടുത്ത് നോക്കൂ. ആഫ്റ്റർ ഓവുലേഷൻ ദ ഗ്രാഫിയൻ ഫോളിക്കിൾ ട്രാൻസ്ഫോം ആസ് ദി ഡാഷ്. അതായത് ഓവുലേഷൻ നടന്നതിന് ശേഷം ഗ്രാഫിയൻ ഫോളിക്കിളിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. എന്താണ് സംഭവിക്കുന്നത്? ആഫ്റ്റർ ഓവുലേഷൻ ദ ഗ്രാഫിയൻ ഫോളിക്കിൾ ട്രാൻസ്ഫോം ആസ് ദി കോർപ്പസ് ലൂട്ടിയം. ഈ ഡയഗ്രത്തിൽ നോക്കൂ. ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് ഓവം റിലീസ് ചെയ്തതിന് ശേഷം ബാക്കി ഭാഗം ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ യെല്ലോയിഷ് കളറായി മാറി ആ സ്ട്രക്ചറിനെ എൻഡോക്രൈൻ ഗ്ലാൻഡ് പോലെ ഇത് പ്രവർത്തിക്കും. ആ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഹോർമോൺ പ്രൊഡ്യൂസിങ് ഫ്രം കോർപ്പസ് ലൂട്ടിയം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കോർപ്പസ് ലൂട്ടിയം ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് പോലെ പ്രവർത്തിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോണിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഏത് ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊജസ്റ്റിറോൺ. ഓക്കെ, അടുത്ത ചോദ്യം. ദ പ്രോസസ് ഓഫ് യൂണിയൻ ഓഫ് സ്പേം വിത്ത് എൻ ഓവം ഈസ് കോൾഡ് ഡാഷ്. അതായത് സ്പേമും ഓവം കൂടി യുണൈറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് ഫെർട്ടിലൈസേഷൻ, ബീജസംയോജന. അപ്പോൾ ബീജസംയോജന ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് പ്രോസസ് ഓഫ് യൂണിയൻ ഓഫ് സ്പേം വിത്ത് ഓവം. ഇനി ഇത് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ഡാഷ്. എവിടെ വെച്ചാണ് ബീജസംയോജനം നടക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എവിടെ വെച്ചിട്ടാണ് ബീജസംയോജനം നടക്കുന്നത്? ഇറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ആംബുലറി റീജിയൻ ഓഫ് ഓവിഡക്റ്റ്. അതായത് ഓവറിയുടെ ഓവിഡക്റ്റുമായി ചേരുന്ന ഭാഗത്ത് ആംബുലറി റീജിയനിലാണ്, ഓവിഡക്റ്റിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അത് 14th ഡേയിൽ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ഓവം എവിടെ എത്തുന്നു? പതുക്കെ പാസ് ചെയ്ത് ഓവിഡക്റ്റിലെത്തുന്നു. ആ സമയത്ത് ഒരു കോപ്പുലേഷൻ നടക്കുകയാണെങ്കിൽ വജൈന വഴി എത്തുന്ന സ്പേം സഞ്ചരിച്ച് ഓവിഡക്റ്റിലെത്തുന്നു. അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അടുത്ത ചോദ്യം. ഇത് മൈറ്റോക്റ്റിക് ഡിവിഷൻ ഓഫ് സൈഗോട്ട് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈഗോട്ട്, സിക്താണ്ഡം, അത് പിന്നീട് ഡിവിഷന് വിധേയമാകുന്നു. ആ ഡിവിഷന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. എന്താണ് പേര്? ക്ലീവേജ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഈസ് കോൾഡ് ഡാഷ്. അതായത് ക്ലീവേജ് നടന്നു കഴിഞ്ഞാൽ ഈ സൈഗോട്ട് ഒരുപാട് സെൽസായി മാറും. അപ്പോൾ ആ സെൽസിന് പറയുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. അത് 8 മുതൽ 16 സെൽസൊക്കെ ആവുന്ന സമയത്ത് ഒരു സോളിഡ് മാസ് പോലെ ഉണ്ടാകും. അപ്പോൾ ആ സ്ട്രക്ചറിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. എന്താണ് പേര്? ഇത് എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഈസ് കോൾഡ് മോറുല. മോറുലയുടെ ഒരു ഡയഗ്രാം നിങ്ങൾക്കിവിടെ കാണാൻ ശ്രദ്ധിക്കും. അതായത് ക്ലീവേജ് നടന്നു കഴിഞ്ഞ് സൈഗോട്ട് ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചറാണ് ഏത്? മോറുല. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ട് ഡിവിഷന് വിധേയമായിട്ട് ക്ലീവേജായി മാറി. ക്ലീവേജ് പിന്നെ മോറുലയായി മാറി. മോറുല തുടർന്ന് അടുത്ത സ്റ്റേജിലായി മാറുന്നതാണ് ലാസ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും ആ ബ്ലാസ്റ്റോമിയേഴ്സ് 2 സെറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഔട്ടർ ലെയറും ഇന്നർ സെൽ മാസും.
അപ്പോൾ അടുത്ത ചോദ്യം നോക്കൂ. ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം, ലേബൽ എ ആൻഡ് ബി, റൈറ്റ് ഡൗൺ ദ ഫംഗ്ഷൻ ഓഫ് എ ആൻഡ് ബി. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിലെ 2 ഭാഗം ലേബൽ എയും ബിയും ലേബൽ ചെയ്യണം, എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നും എഴുതണം. ഓക്കെ, അപ്പോൾ എ എന്താണ്, മൊത്തം ഇതിൻ്റെ ചോദ്യത്തിൽ വരുന്ന ഡയഗ്രാം എന്താണ്, ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. അതിൽ ലേബൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ട്രോഫോബ്ലാസ്റ്റും ഒന്ന് ഇന്നർ സെൽ മാസും. എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്നാണ് അടുത്ത ചോദ്യം. ട്രോഫോബ്ലാസ്റ്റ് ലെയർ ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു എൻഡോമെട്രിയം ആൻഡ് ഫോംസ് ഔട്ടർ മെംബ്രെയിൻസ് അറൗണ്ട് ദി എംബ്രിയോ. ട്രോഫോബ്ലാസ്റ്റ് ലെയർ എൻഡോമെട്രിയത്തോടു കൂടി കൂടിച്ചേരുന്നു യൂട്രസിലെത്തുമ്പോൾ. എന്നിട്ട് ഇത് എന്തുണ്ടാകുന്നു, എംബ്രിയോയുടെ ഔട്ടർ മെംബ്രെയിൻ ഉണ്ടാകുന്നത് ട്രോഫോബ്ലാസ്റ്റിൽ നിന്നാണ്. ഇനി അടുത്തതോ, ഇന്നർ സെൽമാസ് എന്തായി മാറുന്നു. ഇന്നർ സെൽമാസ് ആണ് ഭാവിയിൽ ഡിഫറൻഷ്യേറ്റഡ് ആസ് ദി എംബ്രിയോ ആയിട്ട് മാറുന്നത്. അടുത്ത ചോദ്യം, നെയിം ദ പ്ലാസെൻ്റൽ ഹോർമോൺസ്. പ്ലാസെൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെ എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് മെയിനായിട്ട് പ്ലാസെൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ HCG എന്ന് പറയും. ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ HPL. അതുപോലെ ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ. ഈ പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് HCG, HPL, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഇവിടെ ഒരു ഹ്യൂമൻ ഫീറ്റസിൻ്റെ ഡയഗ്രാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് ഫീറ്റസ് കാണാം, ഫീറ്റസിന് ചുറ്റും പ്ലാസൻ്റ കാണാം, യൂട്രൈൻ ക്യാവിറ്റിയിൽ ഫീറ്റസ് എംബഡ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ പ്ലാസൻ്റയിൽ കൂടെ കോഡിലേക്ക് സ്ട്രക്ചർ അംബിലിക്കൽ കോഡ് കാണാം. ഓക്കെ, അടുത്ത ചോദ്യം, മേജർ ഫീച്ചേഴ്സ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി പീരീഡ് 9 months ആണെന്ന് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. അതിൽ ഓരോ മാസവും എന്തൊക്കെ ഇവൻറ്റ്സ് ആണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നോക്കൂ, 1 month ഓഫ് പ്രഗ്നൻസി, 1 മാസം പ്രായമാകുമ്പോൾ ഹാർട്ട് ഈസ് ഫോംഡ്, ഹാർട്ട് ഫോം ചെയ്യാൻ തുടങ്ങുന്നു. 2nd month ഓഫ് പ്രഗ്നൻസി ഡെവലപ്സ് ലിംസ് ആൻഡ് ഡിജിറ്റ്, വിരലുകളെല്ലാം നഖങ്ങളെല്ലാം ഉണ്ടാകാൻ തുടങ്ങുന്നു. 3 month ഓഫ് പ്രഗ്നൻസി, 3-ാം മാസമാകുമ്പോഴേക്കും ഡെവലപ്സ് മേജർ ഓർഗൻ സിസ്റ്റം, പ്രധാനപ്പെട്ട അവയവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. 5 month ഓഫ് പ്രഗ്നൻസി എന്ത് സംഭവിക്കുന്നു? ദ ഫസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി ഫീറ്റസ്, ഹെയർ ഓൺ ഹെഡ്, അതായത് കുട്ടിയുടെ ചലനം അനുഭവപ്പെടാൻ തുടങ്ങും. അതുപോലെ തലയിൽ മുടിയെല്ലാം ഉണ്ടാകാൻ തുടങ്ങും. 6 month ഓഫ് പ്രഗ്നൻസി, ബോഡി കവേർഡ് വിത്ത് ഹെയർ, ഐലിഡ് സെപ്പറേറ്റ്, ഐലാഷസ് ആർ ഫോംഡ്, അതായത് ശരീരം കവർ ചെയ്യും ഹെയർ കൊണ്ട്. അതുപോലെ ഐലിഡ്സ്, കൺപോളകളെല്ലാം ഉണ്ടാകും, കൺപീലികളും ഉണ്ടാകും. 9 month ഓഫ് പ്രഗ്നൻസി ആകുമ്പോഴേക്കും ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആകും. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റെം സെൽസ്. ഇപ്പോൾ വളരെ പ്രാധാന്യമുള്ള ചികിത്സാ രംഗത്ത് പ്രാധാന്യമുള്ള കോശങ്ങളാണ് സ്റ്റെം സെൽസ്. അപ്പോൾ എന്താണ് ഈ സ്റ്റെം സെൽസിൻ്റെ പ്രാധാന്യം എന്നാണ് ചോദിക്കുന്നത്. സ്റ്റെം സെൽസ് അറിയപ്പെടുന്നത് തന്നെ ബോഡീസ് റോ മെറ്റീരിയൽ എന്നാണ്. അതായത് ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം ഡാമേജ് ചെയ്തു കഴിഞ്ഞാൽ ആ ഡാമേജ് ചെയ്ത ഭാഗം ഉണ്ടാക്കുവാൻ കഴിവുള്ള കോശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. അതായത് ഫ്രം സ്റ്റെം സെൽസ് ഓൾ അതർ സെൽസ് ക്യാൻ ബി ജനറേറ്റഡ്, എല്ലാ സെൽസും ഉണ്ടാക്കാൻ കഴിയും. അത് സ്റ്റെം സെൽസ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കാണുന്നുണ്ടെങ്കിലും എംബ്രിയോണിക് സ്റ്റെം സെൽസ്, അതായത് എംബ്രിയോ ആയിരിക്കുന്ന സ്റ്റേജിൽ കാണപ്പെടുന്ന സ്റ്റെം സെൽസ് പ്രധാനമായും പ്ലാസൻ്റയിലും അംബിലിക്കൽ കോഡിലൊക്കെ കാണും. ഇത് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് ഭാവിയിൽ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് എന്തെങ്കിലും ജനറ്റിക് ഡിസീസ് ഉണ്ടെങ്കിൽ ഈ സ്റ്റെം സെൽസ് ട്രീറ്റ്മെൻറ്റ് വഴി ആ രോഗം മാറ്റുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ സ്റ്റെം സെൽസ് ഇറ്റ് ഈസ് ആക്സ് ആസ് എ റിപ്പയർ സിസ്റ്റം ഓഫ് ദി ബോഡി, ശരീരത്തിൻ്റെ ഒരു റിപ്പയർ സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ചികിത്സാ രംഗത്ത് വളരെ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് സ്റ്റെം സെൽ തെറാപ്പി. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ചോദ്യമായിട്ട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് കോളോസ്ട്രം. എന്താണ് കോളോസ്ട്രമിൻ്റെ പ്രാധാന്യം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് കോളോസ്ട്രം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ പീരിയഡ് ഓഫ് ലാക്ടേഷൻ. കുഞ്ഞിനെ പാലൂട്ടുന്ന സമയത്ത് അമ്മമാരിലുണ്ടാകുന്ന ആദ്യത്തെ പാലിനെയാണ് നമ്മൾ കോളോസ്ട്രം, മഞ്ഞപ്പാൽ എന്നൊക്കെ പറയും. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? ഇറ്റ് ഈസ് റിച്ച് ഇൻ ആൻറ്റിബോഡീസ് ആൻഡ് ഈസ് എസെൻഷ്യൽ ടു ഡെവലപ്പ് റെസിസ്റ്റൻസ് ഫോർ ദി ന്യൂ ബോൺ ബേബീസ്. അതായത് ഈ കോളോസ്ട്രോമിൽ ധാരാളം ആൻറ്റിബോഡി ഉള്ള കാരണം കുട്ടികൾക്ക് വേണ്ട ആവശ്യമായ രോഗപ്രതിരോധ ശേഷി നൽകുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയയിൽ നിന്നും പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും. അപ്പോൾ നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.